മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി മുസ്ലിം ലീഗ്. ആദ്യഘട്ടം പൂർത്തീകരിച്ച 51 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി. ഇനി 54 വീടുകൾ കൂടി പൂർത്തീകരിക്കാനുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗ് ദുരന്തബാധിതർക്കുള്ള വീടുകൾ കൈമാറിയത് ഫെബ്രുവരി 28-ന്. 1.5 മാസത്തിന് ശേഷം ഗൃഹപ്രവേശന ചടങ്ങ്. വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവർ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തി വീടുകളിലേക്ക്. അയ്യോ, വളരെ സന്തോഷം. നമ്മൾ എല്ലാ അതിഥികളാണല്ലോ എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നതിന് വളരെ സന്തോഷം. അയ്യോ, നമ്മൾ പഴയ ആൾക്കാർ, ഞങ്ങൾ അയൽവാസിക്കാർ കുറേ ആൾ നഷ്ടപ്പെട്ടു. നമുക്ക് അവരൊക്കെ ഈ സന്ദർഭത്തിൽ എന്തായാലും ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അഭിമാന നിമിഷമെന്ന യൂത്ത് ലീഗ്. ഇത്രയധികം സന്തോഷം, അഭിമാനവും തോന്നിയ ഒരു നിമിഷം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർ ആ സന്തോഷത്തിൽ അവർ ആ വീടുകളിൽ താമസമാക്കുന്നത് നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ട്. ലീഗ് നേതാക്കളായ ജയന്തി രാജനും അടുത്തിടെ ലീഗിൽ ചേർന്ന സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദനും വീടുകൾ സന്ദർശിച്ചു. മനുജ സാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. മനുജ സാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. 2ാം ഘട്ടത്തിലെ വീടുകൾ ഉടൻ പൂർത്തിയാകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇപ്പോൾ 51 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി ബാക്കി 54 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മെയ് മാസത്തോടു കൂടി ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവരുടെ ഗൃഹപ്രവേശമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.